ഇനി തിരുവനന്തപുരത്തേക്കാണ്. ഇവിടെ കല്ലമ്പലത്ത് ഓണാഘോഷം കഴിഞ്ഞ് മടങ്ങിയ യുവാക്കൾക്ക് നേരെ ആക്രമണമുണ്ടായി. ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുവാക്കളെ ആക്രമിച്ചത്. മുങ്ങോട് സ്വദേശികളായ ജോസ്, ജോൺ, ഒറ്റൂർ സ്വദേശി റെജിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 പേരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് കൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. ഓണാഘോഷത്തിനിടെ പ്രശ്നമുണ്ടാക്കിയവരെന്ന് തെറ്റിദ്ധരിച്ചാണ് സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്ന യുവാക്കളെ ഇവർ ആക്രമിച്ചത്. സ്വന്തന സജു നമുക്കൊപ്പം തുടരുന്നുണ്ട്. സ്വന്തന, അപ്പോൾ ആശയക്കുഴപ്പമാണ്, ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒരു പ്രശ്നത്തിനുള്ള കാരണമെങ്കിൽ ഈ യുവാക്കൾക്ക് കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടോ? ഈ ആക്രമിച്ച സംഘം ഇവർ സ്ഥിരം പ്രശ്നക്കാരാണോ? എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? സ്വന്തന. ആഷിയാസ്, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. കല്ലമ്പലം മൂങ്ങോട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് സമീപത്ത് വച്ചിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത്. ഇന്നലെ ഈ ഭാഗത്ത് ഒരു ഓണാഘോഷ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചുപോയ ജോബിനെയും അതുപോലെ തന്നെ ജോബിന്റെ സുഹൃത്തുക്കളെയുമാണ് ഇത്തരത്തിൽ 3 അംഗ സംഘം ബൈക്കിലെത്തി ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്, ഇന്നലെ ഈ ഓണാഘോഷം നടന്ന സമയത്ത് ഈ അക്രമം നടത്തിയ ആളുകളും അവിടെ ഉണ്ടായിരുന്ന ചില ആളുകളും തമ്മിൽ ചില വാക്കേറ്റവും തർക്കവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആളുകളെല്ലാം പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇവരെ ആക്രമിച്ച ജോബിനും സംഘവും ഒക്കെയാണ് തങ്ങളുമായി തർക്കമുണ്ടായത് എന്ന് കരുതിയാണ് ഇവർക്ക് നേരെ ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്കാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ആക്രമിക്കപ്പെട്ട ആളുകൾ ഒന്നും തന്നെ ഇവരുമായിട്ട് തർക്കമുണ്ടായ ആളുകളോ മറ്റൊന്നും അല്ല എന്നും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം ഇന്നലെയാണ് നടന്നത്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൂങ്ങോട് സ്വദേശിയായ ജോസ്, അതുപോലെ തന്നെ ജോൺ, ഒറ്റൂർ സ്വദേശിയായ റെഞ്ചിൻ, ഇങ്ങനെ 3 പേരാണ് ഈ സംഭവത്തിൽ നിലവിൽ പിടിയിലായിരിക്കുന്നത്. ഈ സംഭവം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഉണ്ടായതാണെങ്കിൽ പോലീസ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ അറസ്റ്റിലായിരിക്കുന്ന 3 പേരും നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ അടിപിടി കേസുകളിൽ അടക്കം പ്രതികളായിട്ടുള്ള ആളുകളാണ്. എന്തായാലും അത്തരത്തിൽ ഉള്ള 3 പേരാണ് ഇന്നലെ മാള് മാറി 3 പേരെ ആക്രമിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഗുരുതര പരിക്കുകളൊന്നും തന്നെ ഈ ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ മുതൽക്ക് തന്നെ പോലീസ് നടത്തുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഇന്ന് എന്തായാലും ഇവരെ പിടികൂടാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഈ 3 പ്രതികളെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സ്വന്തം.